സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള പ്രവേശന നടപടികൾ തുടങ്ങി. www.polyadmission.org എന്ന വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസ് ലഭ്യമാണ്. ഈ സൈറ്റിൽ ജൂൺ 11 ഓൺലൈനായി ഫീസ് അടച്ച് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുക. അപേക്ഷാ ഫീ 200 രൂപ. പട്ടിക വിഭാഗക്കാർക്ക് 100 രൂപ മതി. രജിസ്ട്രേർഡ് മൊബൈൽ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, OTP വഴി ലോഗിൻ ചെയ്ത് കാൻഡിഡേറ്റ്സ് ഡാഷ്ബോർഡിലെത്താം. വിവരങ്ങൾ നൽകി ജൂൺ 12 ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണം. ആകെ 27,710 സീറ്റുകളുണ്ട്. ഇത്തവണ സംസ്ഥാനതല അലോട്ട്മെന്റ് 2 തവണ മാത്രം. ഇതിനുശേഷവും സീറ്റൊഴിവുണ്ടെങ്കിൽ ഒരു ജില്ലാതല കൗൺസിലിംഗും അതത് സ്ഥാപനങ്ങളിൽ 2 സ്പോട്ട് അഡ്മിഷനും നടത്തും. 10 ജയിച്ചവർക്ക് 3 വർഷത്തെ പഠന പരിശീലനം വഴി ഇഷ്ടപ്പെട്ട എഞ്ചിനീയറിംഗ് ടെക്നോളജി ശാഖയിലെ ഡിപ്ലോമ നേടി ടെക്നീഷ്യന്മാരായി തുടങ്ങി പ്രൊഫഷനിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താം. ടൂൾ ആൻഡ് ഡൈ കോഴ്സിന് മാത്രം 3 വർഷത്തെ പഠനത്തിന് പുറമെ 12 മാസത്തെ ഇൻപ്ലാന്റ് ട്രെയിനിങ്ങും ഉണ്ട്. ഡിപ്ലോമ നേടിയവർക്ക് ജോലിയിൽ ഇരുന്നു കൊണ്ട് സായാഹ്ന ക്ലാസുകൾ വഴി ബിടെക് സമ്പാദിക്കാം. ബിടെക് പ്രോഗ്രാമിലെ 2ാം വർഷ ക്ലാസ്സിൽ ലാറ്ററൽ എൻട്രി വഴി കടന്നെത്തി ബിരുദം നേടാം. ബിആർക്ക് പ്രവേശനത്തിനും JEE അഡ്വാൻസ്ഡ് വഴി AIT പ്രവേശനത്തിനും ശ്രമിക്കാൻ ഡിപ്ലോമ മതി. ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ബിടെക്കിനോട് തുല്യമായി പരിഗണിക്കാറുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പർഷിപ്പ് സ്വകാര്യ പഠനം വഴി നേടുകയുമാവാം. ട്യൂഷൻ ഫീ വെയ്വർ പദ്ധതി പ്രകാരം ഓരോ പോളിടെക്നിക്കിലും എല്ലാ കോഴ്സുകളിലും പട്ടികയിലുള്ള സീറ്റുകൾക്ക് പുറമെ കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപ കവിയാത്തവർക്ക് ട്യൂഷൻ ഫീ വെയ്വർ പദ്ധതി പ്രകാരം ഓരോ പോളിടെക്നിക്കിലും എല്ലാ കോഴ്സുകളിലും, അതായത് ആർക്കിടെക്ചർ കോഴ്സ് ഒഴികെ 5% അധിക സീറ്റുകളുണ്ട്. ഇതിലേക്ക് എല്ലാ സമുദായക്കാരെയും പരിഗണിക്കും. ഈ വർഷത്തെ പുതിയ കോളേജുകൾ പരിചയപ്പെടാം. LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പൂജപ്പുര, തിരുവനന്തപുരം. ദേവകി അമ്മാസ് ഗുരുവായൂരപ്പൻ കോളേജ് ഓഫ് ആർക്കിടെക്ചർ, മലപ്പുറം. MG കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവല്ലം, തിരുവനന്തപുരം. ഇവിടെ 60 സീറ്റുകളോടെ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി എന്ന പുതിയ പ്രോഗ്രാം ഉണ്ട്. എയ്ഡഡ് സ്വകാര്യ സ്ഥാപനങ്ങളിലെ സീറ്റുകളിൽ 15% മാനേജ്മെന്റ് കോട്ടയായി നീക്കിവെച്ചിട്ടുണ്ട്. എല്ലാ പോളിടെക്നിക്കുകളിലും പെൺകുട്ടികൾക്കും പ്രവേശനമുണ്ടെങ്കിലും 8 സ്ഥാപനങ്ങൾ വനിതാ പോളിടെക്നിക്കുകളായി നിലനിർത്തിയിരിക്കുന്നു. തിരുവനന്തപുരം, കായംകുളം, എറണാകുളം, തൃശൂർ, കോട്ടയ്ക്കൽ, കോഴിക്കോട്, പയ്യന്നൂർ, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളാണിവ. പഠനശാഖകൾ പരിചയപ്പെടാം. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കെമിക്കൽ, പോളിമർ, കമ്പ്യൂട്ടർ, IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ആർക്കിടെക്ചർ തുടങ്ങിയ വിവിധ ശാഖകൾ. ഡിപ്ലോമ ഇൻ കമേഴ്സ്യൽ പ്രാക്ടീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി. എല്ലാ ശാഖകളും എല്ലാ കോളേജുകളിലും ഇല്ല. താല്പര്യമുള്ള കോഴ്സുകളുള്ള കോളേജുകൾ പ്രോസ്പെക്ടസിൽ നിന്നറിയാം. പോളിടെക്നിക്കിലേക്കുള്ള പ്രവേശന യോഗ്യത എന്താണെന്ന് നോക്കാം. ഉപരിപഠനത്തിന് അർഹതയോടെ 2 ചാൻസിനകം SSLC അഥവാ THSLC തുല്യ പരീക്ഷ ജയിച്ചവർക്ക് അപേക്ഷിക്കാം. മാത്സും സയൻസും പഠിച്ചവർക്ക് എഞ്ചിനീയറിംഗ്, കൊമേഴ്സ് കൈവഴികളിലേക്കും ശ്രമിക്കാം. മാത്സ് പഠിച്ചെങ്കിലും മറ്റ് സയൻസ് വിഷയങ്ങൾ പഠിക്കാത്തവർക്ക് കൊമേഴ്സ് കൈവഴിയിലേക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ. സേ ബെറ്റർമെന്റ് അധിക ചാൻസ് അല്ല. CBSE-കാർ ബോർഡ് പരീക്ഷ ജയിച്ചിരിക്കണം. SSLC തുല്യ പരീക്ഷയിലെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ആവറേജിൽ കുട്ടിയുടെ പശ്ചാത്തലം അനുസരിച്ച് ആവശ്യമായ ബോണസ് മാർക്ക് ചേർത്തും. 2ാം ചാൻസിന് മാർക്ക് കുറച്ചു ഇൻഡെക്സ് മാർക്ക് കണക്കാക്കും. SSLC തുല്യ പരീക്ഷയിലെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ആവറേജിൽ കുട്ടിയുടെ പശ്ചാത്തലം അനുസരിച്ച് ആവശ്യമായ ബോണസ് മാർക്ക് ചേർത്തും. 2ാം ചാൻസിന് മാർക്ക് കുറച്ചും ഇൻഡെക്സ് മാർക്ക് കണക്കാക്കും. ഈ ഇൻഡെക്സും വിദ്യാർത്ഥിയുടെ താല്പര്യവും പരിഗണിച്ച് സംവരണത്തിന് വിധേയമായിട്ടാണ് സിലക്ഷനും അലോട്ട്മെന്റും. THSLC-കാർക്ക് എഞ്ചിനീയറിംഗ് ടെക്നോളജി ശാഖകളിൽ 10% സീറ്റ് സംവരണമുണ്ട്.
VHSCക്കാർക്ക് അർഹതയുള്ള ശാഖകളിൽ 2%, എല്ലാ ശാഖകളിലെയും നിർദ്ദിഷ്ട സീറ്റുകളിൽ ഭിന്നശേഷിക്കാർക്ക് 5% എന്ന തോതിൽ സംവരണം ലഭിക്കും. പ്രൊഫഷണൽ കോളേജ് പ്രവേശനത്തിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 40% സാമുദായിക സംവരണവും ലഭിക്കും. പട്ടിക വിഭാഗക്കാർക്ക് മാത്രം വരുമാനം നോക്കാതെ തന്നെ സംവരണം ലഭിക്കും. സാമ്പത്തിക പിന്നോക്ക വിഭാഗത്തിന് 10% സംവരണമുണ്ട്. ഇവയ്ക്ക് പുറമെ സ്പോർട്സ്, NCC, വിമുക്ത ഭടന്മാരുടെ കുട്ടികൾ, യുദ്ധത്തിൽ വീരചരമമടഞ്ഞവരുടെ ആശ്രിതർ, ട്രാൻസ്ജെൻഡർ, വിവിധ നോമിനികൾ മുതലായ വിഭാഗങ്ങൾക്ക് വിശേഷ സംവരണമുണ്ട്. 60 dB എങ്കിലും കേൾവിത്തകരാറുള്ള കുട്ടികൾക്ക് കോഴിക്കോട്, കളമശ്ശേരി, തിരുവനന്തപുരം എന്നീ സർക്കാർ പോളിടെക്നിക്കുകളിൽ വിശേഷ ബാച്ചുകളുണ്ട്. അപേക്ഷിക്കേണ്ട വിധം: സർക്കാർ അഥവാ സർക്കാർ എയ്ഡഡ്, കോസിറ്റ് ഷെയറിംഗ്, IHRD, കേപ്പ് സർക്കാർ സീറ്റുകൾ, സ്വാശ്രയ സർക്കാർ സീറ്റുകൾ, കേൾവിത്തകരാറുള്ളവരുടെ ബാച്ച് എന്നിവയ്ക്ക് പൊതുവായി ഒറ്റ അപേക്ഷ മതി. NCC കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെന്റ് കോട്ട, എയ്ഡഡ് പോളിടെക്നിക്കുകളിലെ എയ്ഡഡ് സ്വാശ്രയ മാനേജ്മെന്റ് സീറ്റുകൾ, സ്വാശ്രയ കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റുകൾ എന്നിവയിലെ പ്രവേശനത്തിന് ഓരോ സ്ഥാപനത്തിലേക്കും തനതായ അപേക്ഷ വേണം. ഇത് www.polyadmission.org എന്ന സൈറ്റിലെ അപ്ലിക്കേഷൻ ഫോർ മാനേജ്മെന്റ് കോട്ട സീറ്റ്സ് എന്ന ലിങ്കിലൂടെ സമർപ്പിക്കാം. എത്ര വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കണമെങ്കിലും ഒറ്റത്തവണ രജിസ്ട്രേഷൻ അടച്ച ഫീസ് മതിയാകും. സമർപ്പിച്ച അപേക്ഷ നിങ്ങളുടെ ലോഗിൻ പേജിൽ കാണാം. അവസാന തീയതി വരെ അവ തിരുത്തുകയുമാവാം. അപേക്ഷിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് രേഖകളെല്ലാം കയ്യിലുണ്ടാകണം. ലഭ്യമായ സ്ഥാപനങ്ങളെയും പഠനശാഖകളെയും പറ്റി പ്രോസ്പെക്ടസ് പഠിച്ച് മനസ്സിലാക്കുകയും വേണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുൻഗണനാക്രമങ്ങൾ നന്നായി ആലോചിച്ച് തീരുമാനിച്ച് എഴുതി വെച്ചിട്ട് മാത്രമേ അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കാവൂ. 30 ഓപ്ഷൻസ് വരെ ആകാം. ഒരു പോളിടെക്നിക് കോളേജും ഒരു കോഴ്സും ചേർന്നതാണ് ഒരു ഓപ്ഷൻ. അപേക്ഷയുടെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക. സ്പോർട്സ്, NCC, മാനേജ്മെന്റ് കോട്ട എന്നിവയിലേക്ക് മാത്രം അപേക്ഷകരുടെ ഹാൻഡ് കോപ്പി അയച്ചു കൊടുത്താൽ മതി. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ പ്രയാസമുള്ളവരെ സഹായിക്കാൻ എല്ലാ പോളിടെക്നിക്കുകളിലും സൗജന്യ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ജൂൺ 19 ട്രയൽ അലോട്ട്മെന്റിന് ശേഷം മുൻഗണനാക്രമം മാറ്റി സമർപ്പിക്കാൻ സമയം നൽകും. പ്രവേശന വേളയിൽ അസൽ രേഖകൾ ഹാജരാക്കണം. ജൂലൈ 29 ക്ലാസ് തുടങ്ങും. ഫീസ് അടക്കം പൂർണ്ണ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസ് നോക്കുക. ജൂൺ 19 ട്രയൽ അലോട്ട്മെന്റിന് ശേഷം മുൻഗണനാക്രമം മാറ്റി സമർപ്പിക്കാൻ സമയം നൽകും. പ്രവേശന വേളയിൽ അസൽ രേഖകൾ ഹാജരാക്കണം. ജൂലൈ 29 ക്ലാസ് തുടങ്ങും. ഫീസ് അടക്കം പൂർണ്ണ വിവരങ്ങൾക്ക് പ്രോസ്പെക്ടസ് നോക്കുക.